ജൂലൈ 10 പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ചരമദിനം. മലയാള നാടകത്തെ ആധുനികതയിലേക്ക് നയിച്ച പ്രമുഖ നാടകകൃത്തും സാഹിത്യ നിരൂപകനും സാഹിത്യ ചരിത്രകാരനുമായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള 1988 ജൂലൈ 10 അന്തരിച്ചു. 1916 സെപ്റ്റംബർ 22 തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ ചെമ്മരുതി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. BA ഓണേഴ്സ് ബിരുദവും ഡോക്ടറേറ്റ് ബിരുദവും നേടിയ അദ്ദേഹം കേരളത്തിലെ വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഒപ്പം നാടകരചനയിലും സാഹിത്യ നിരൂപണത്തിലും ഇതര സാഹിത്യ രചനയിലും മുഴുകി. തമിഴ് സംഗീത നാടകങ്ങളുടെ ചുവടുപിടിച്ചുണ്ടായ മലയാള സംഗീത നാടകങ്ങളുടെയും സംസ്കൃത നാടക വിവർത്തനങ്ങളുടെയും പ്രഹസനങ്ങളുടെയും കാലഘട്ടത്തിൽ 1942 എൻ കൃഷ്ണപിള്ള രചിച്ച് രംഗാവതരണം നടത്തിയ ഭഗ്നഭവനം എന്ന റിയലിസ്റ്റിക് നാടകവും തുടർന്ന് അദ്ദേഹം എഴുതിയ കന്യക, ബലാബലം, മുടക്കുമുതൽ, കുടത്തിലെ വിളക്ക് തുടങ്ങിയ റിയലിസ്റ്റിക് നാടകങ്ങളും മലയാള നാടക സാഹിത്യ രംഗത്തും കലാരംഗത്തും പുതിയ പാതയ്ക്ക് തുടക്കം കുറിച്ചു. സാമൂഹ്യ തിന്മകളെയും മനുഷ്യൻ്റെ മാനസിക സംഘർഷങ്ങളെയും നാടകവേദിയിലെത്തിച്ച നോർവീജിയൻ നാടകകൃത്ത് ഇബ്സൻ്റെ നാടകശൈലി മലയാളത്തിൽ പരിചയപ്പെടുത്തിയ എൻ കൃഷ്ണപിള്ളയെ കേരള ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്നു. നാടകകൃത്ത് എന്ന പോലെ സൂക്ഷ്മഗ്രാഹിയായ സാഹിത്യ നിരൂപകൻ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിരൂപണ കൃതികൾ ഏറ്റവും ശ്രദ്ധേയമാണ് CV രാമൻപിള്ളയുടെ നോവലിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലിയെക്കുറിച്ചുള്ള പഠനമായ പ്രതിപാത്രം ഭാഷണഭേദം എന്ന കൃതി. മലയാള സാഹിത്യ ചരിത്രത്തെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ കൈരളിയുടെ കഥ എന്ന കൃതി മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ കൂടാതെ ധാരാളം ബാലസാഹിത്യ കൃതികളും ജീവചരിത്രങ്ങളും ലേഖന സമാഹാരങ്ങളും ഒക്കെ രചിച്ച് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ആ പ്രതിഭാശാലി 1988 ജൂലൈ 10 അന്തരിച്ചു. ഉറൂബ് ചരമദിനം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ PC കുട്ടിക്കൃഷ്ണൻ 1979 ജൂലൈ 10 അന്തരിച്ചു. 1915 ജൂൺ 8 പൊന്നാനിക്കടുത്തുള്ള പള്ളപ്രം ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ കഥകളും കവിതകളും എഴുതി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 1934 നാടുവിട്ട് 6 വർഷക്കാലം വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജോലികൾ ചെയ്യുകയും വിവിധ ഭാഷകൾ പഠിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിൽ തിരികെ എത്തി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ജോലി ചെയ്തു. 1952 ആകാശവാണിയിൽ ജോലി ചെയ്യുമ്പോൾ സംഗീത സംവിധായകൻ K രാഘവനെക്കുറിച്ചുള്ള ഒരു ലേഖനം മാതൃഭൂമിയിൽ എഴുതിയപ്പോഴാണ് ഉറൂബ് എന്ന തൂലികാനാമം ആദ്യമായി ഉപയോഗിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം സൃഷ്ടികൾ നടത്താൻ മുൻകൂർ അനുവാദം വാങ്ങണം എന്നതുകൊണ്ടാണ് അപ്പോൾ ഉറൂബ് എന്ന പേരിൽ എഴുതിയത്. കഥാസമാഹാരങ്ങൾ, നോവലുകൾ, കവിതകൾ, നാടകങ്ങൾ, ബാലസാഹിത്യ കൃതികൾ, തിരക്കഥകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി 50-ലധികം കൃതികൾ രചിച്ച അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയത് സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു എന്നീ നോവലുകളാണ്. 1958 രൂപീകരിക്കപ്പെട്ട കേരള സാഹിത്യ അക്കാദമിയുടെ നോവലിനുള്ള ആദ്യ പുരസ്കാരം നേടിയത് ഉമ്മാച്ചു എന്ന നോവലാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1979 ജൂലൈ 10 അദ്ദേഹം അന്തരിച്ചു. വൈദ്യകുലപതി ഡോക്ടർ PK വാര്യർ ചരമദിനം. ആയുർവേദത്തെ ആധുനിക ലോകത്തിനു മുന്നിൽ ഒരു ശാസ്ത്രീയ ചികിത്സാരീതിയായി ഉയർത്തിക്കാട്ടുന്നതിൽ സമാനതകളില്ലാത്ത സംഭാവന നൽകിയ ആയുർവേദ വൈദ്യകുലപതിയും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായിരുന്ന പന്നിയമ്പിള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന ഡോക്ടർ PK വാര്യർ 2021 ജൂലൈ 10 അന്തരിച്ചു. 1921 ജൂൺ 5 മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം PS ആയുർവേദ കോളേജിൽ നിന്ന് ആയുർവേദ ബിരുദം പാസ്സായി. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനായ
വൈദ്യരത്നം PS വാര്യരുടെ അനന്തരവനായിരുന്ന ഇദ്ദേഹം PS വാര്യരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവിടെ തന്നെ ഫിസിഷ്യനായും ഫാക്ടറി മാനേജരായും ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1954 കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ അദ്ദേഹം 68 വർഷക്കാലം ആ സ്ഥാനത്ത് തുടരുകയും ആഗോളതലത്തിൽ പ്രശസ്തമായ ഒരു ആയുർവേദ ഗവേഷണ ചികിത്സാ കേന്ദ്രമായി അതിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. വൈദ്യശാസ്ത്ര രംഗത്തെ സേവനങ്ങളും സംഭാവനകളും പരിഗണിച്ച് എണ്ണമറ്റ പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയ അദ്ദേഹത്തിന് 1999 പത്മശ്രീ ബഹുമതി നൽകുകയും 2019 പത്മഭൂഷൺ ബഹുമതി നൽകുകയും രാഷ്ട്രം ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ സ്മൃതിപർവം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും 2008 അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയും ചെയ്തു.